ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പൊ തോന്നിപ്പോവുക. വന്നില്ലായിരുന്നെങ്കിൽ കേട്ടതൊക്കെ കളവാണെന്നുള്ള ഒറ്റ പ്രാർത്ഥനയെങ്കിലും അമ്മയുടെ നെഞ്ചി കെടാതെ കിടന്നേന്. അണഞ്ഞു പോയില്ലടി മക്കളെ, എല്ലാ വിളക്കുകളും ഒരുമിച്ച്. ഓനെ ഞാൻ പോവാ. മോൻ പറഞ്ഞല്ലോ, മോന്റെ ഇഷ്ടം നോക്കാതെ ഞങ്ങൾ ചതിച്ച് വിവാഹം നടത്തിയെന്ന്. ചതിച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇഷ്ടമല്ല എന്നുള്ളത് നേരാ, അന്നും ഇന്നും. സംയുക്ത എന്നല്ല, ഒരു പെണ്ണിനെ. അന്ന് കല്യാണ പന്തലിൽ ഞാനത് അവളോട് പറഞ്ഞതോ എന്നെ ഇഷ്ടമല്ല എന്ന് പറയാം. അവൾ കേൾക്കാത്തത് എന്റെ കുഴപ്പമല്ല. ഒന്നും ആരുടെയും കുഴപ്പമല്ല മോനെ, സംഭവിച്ചു പോകുന്നതാ. കതിർ മണ്ഡപത്തിൽ രണ്ടാം തവണയും മകളുടെ കല്യാണം മുടങ്ങുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ മോന് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അത് മോനൊരു അച്ഛനാവുമ്പോഴേ ആ ഉൾച്ചൂട് അറിയാൻ പറ്റും. നിത്യയെ കാണാതായപ്പോ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് സപ്തതിയുടെ കല്യാണം നിങ്ങളുടെ അമ്മ മുടക്കുന്നതായിട്ടാ. ഞാനും ഏതിയേട്ടനും ഞങ്ങളുടെ മക്കൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നതായിട്ടാ. ആ നേരത്താ ദൈവദൂതയെ പോലെ നിങ്ങളുടെ മുത്തശ്ശി അവിടെ വന്ന് മോന്റെയും സംയുക്തയുടെയും കല്യാണം ഉറപ്പിക്കുന്നത്. അതിനിടയിൽ എപ്പോഴാ മോനെ ഞങ്ങൾ നിന്റെ മനസ്സ് ചോദിച്ചറിയുന്നത്? അങ്ങനെ എന്തെങ്കിലും ഓർക്കാൻ പോലും ഒരു സാഹചര്യം അപ്പ അവിടെ ഉണ്ടായിരുന്നോ? സ്വന്തം മക്കളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയും എപ്പോഴും നല്ലത് മാത്രമേ ചിന്തിക്കൂ. അങ്ങനെ ചിന്തിക്കുമ്പോ ചുറ്റുപാടുള്ളതൊന്നും അവർ കാണൂല. ആ ഒരു കൊച്ചു കൈപ്പഴ മാത്രമേ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ. അതിന് ഇത്രയും വലിയ ശിക്ഷ ഞങ്ങൾക്ക് തരണോ മോനെ? ഇനി അതല്ല ശിക്ഷിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ എന്നെ എന്റെ ഭർത്താവിനെയും ശിക്ഷിച്ചോളൂ. പക്ഷെ ഇതിന്റെ പേരിൽ ഞങ്ങളുടെ മകളുടെ ജീവിതം തകർക്കരുത്. ഭാഗ്യദോഷിയായ ഒരു അമ്മയുടെ യാചനയാ മോനെ. തള്ളിക്കളയരുത്.
നിന്റെ സന്തോഷത്തിന് വേണ്ടി അമ്മ വിശ്വസിക്കാം. പക്ഷേ വന്നതിനേക്കാൾ വലിയ തീക്കനലും കൊണ്ടാ അമ്മ ഇവിടുന്ന് പോകുന്നത്. നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല ശ്രുതി. അമ്മ വന്നത് നിന്നെ പാമ്പ് കടിച്ച വിവരം അറിഞ്ഞിട്ടാണോ? അല്ല, എന്റെ ജീവിതത്തിലെ അതിലും വലിയ ദുരന്തം അറിഞ്ഞ്. അമ്മ അറിഞ്ഞു ഞാനും അഭിയേട്ടനും പിരിയാൻ പോകുന്ന കാര്യം. ഓ ഗോഡ്, എങ്ങനെ അറിഞ്ഞ? അതറിയില്ല. എന്നിട്ട് അമ്മ വന്നിട്ട് എന്നോടും അഭിയേട്ടനോടും തുറന്നു ചോദിച്ചു. അഭിയേട്ടൻ ഒരിത്തിരി പോലും ദയ കാണിക്കാതെ അത് സമ്മതിച്ചു കൊടുത്തു. ഒരിക്കലും എന്റെ വീട്ടുകാരൊന്നും അറിയരുതെന്ന ശ്രുതി ഞാൻ ആഗ്രഹിച്ചത്, പ്രാർത്ഥിച്ചത്. ദൈവം എന്നെ വല്ലാതെ ചതിച്ചു കളഞ്ഞു. ഭയന്ന ഒരു മരണം പ്രതീക്ഷിച്ച ഞാൻ ഇന്ന് എന്റെ അമ്മയുടെ മുന്നിൽ നിന്നത്. ഏത് നിമിഷവും നിലച്ചു പോവാവുന്ന ഒരു ഹൃദയമാ എന്റെ അമ്മയുടേതെന്ന് ഡോക്ടർ പറഞ്ഞത്. അമിത സന്തോഷവും സങ്കടവും ഒന്നും ആ പാവം താങ്ങില്ല. ഞാൻ കാരണം എന്റെ അമ്മയ്ക്ക് വല്ലത് സംഭവിച്ചാൽ ശ്രുതി, പിന്നെ ഞാൻ... ഒന്നുമില്ല സംയുക്ത, ഒന്നും സംഭവിക്കില്ല. നീ നിരാശപ്പെടല്ലേ. ദൈവം നിന്നെ കൈവിടില്ല. ആ പ്രതീക്ഷ ഇതുവരെ എന്നെ നടത്തിയത്. പക്ഷെ ഇനിയും ആ പ്രതീക്ഷ തന്നെ നമ്മൾ തുടരും. ദൈവത്തിന് പ്രിയപ്പെട്ടവരെയാ അവൻ പരീക്ഷിക്കുന്നത്, തന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കാൻ. ഒക്കെ ശരിയാ, പക്ഷെ ചില നേരത്ത് ഞാൻ എന്റെ ജന്മം പോലും വെറുത്തു പോവാ. പെണ്ണിന് മാത്രം എന്താ ശ്രുതി ഈ ഗതികേട്? എന്നും എവിടെയും പോരാട്ടം മാത്രം. വിജയമൊക്കെ പുരുഷന്. സത്യസംയുക്ത, അച്ഛനായും ഭർത്താവായും മകനായും അവരവതരിക്കുമ്പോഴൊക്കെയും സ്വന്തം സുഖദുഃഖങ്ങൾ മറന്ന് അവൾ പരിചരിക്കണം. ചിരിച്ച മുഖം, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തണം. നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നതെന്ന് ഒരിക്കൽ പോലും അവൻ ചോദിച്ചില്ലെങ്കിലും പരിഭവമില്ലാതെ അവൾ പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം. കൊച്ചു കൊച്ചാഗ്രഹങ്ങൾ പോലും അവൾ യുദ്ധം ചെയ്ത് നേടണം. അതെ, സ്ത്രീ ജന്മം പുണ്യജന്മം. പുരുഷന് കഥയും കവിതയൊക്കെ എഴുതാം, പക്ഷെ അനുഭവിക്കുന്ന പെണ്ണിന്റെ ഉള്ളറിഞ്ഞ് അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഇന്നോളം ഒരാണെങ്കിലും തയ്യാറായിട്ടുണ്ടോ? കഴിഞ്ഞ 5-6 മാസമായി യുദ്ധത്തിലാ ഞാൻ. എന്നാൽ ആവും വിധമൊക്കെ സ്നേഹിക്കാനുള്ള യുദ്ധം. അംഗീകരിക്കണ്ട, അവഗണിക്കാതിരുന്നൂടെ? ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റപ്പെടുത്തുക, തൊട്ടതിനൊക്കെ ശകാരിക്കുക. ചില്ലറയല്ല എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ സഹനത്തിന്റെ പരിധി ഞാൻ കടക്കും. പക്ഷെ
അപ്പോഴും മുഖത്തെ ചിരി ഞാൻ വിടാറില്ല. ചങ്ക് പൊള്ളി പുകഞ്ഞ് കണ്ണീര് പുറത്തു വരുമ്പോ അത് കടിച്ചിറക്കി ഫലിതം പറഞ്ഞൊരു നിൽപ്പുണ്ട്. ആ നേരം എനിക്ക് എന്നോട് തോന്നുന്ന ഒരു പുച്ഛം, അത് പറഞ്ഞ തീരില്ല ശ്രുതി. ആ പുച്ഛത്തിന് ഒരു സുഖമുണ്ട് സംയുക്ത. സ്നേഹത്തിന്റെ സുഖം, പ്രതീക്ഷയുടെ സുഖം. അതുപോലും ഇല്ലാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ട് ഈ ഭൂമിയിൽ. നീ അവരെക്കുറിച്ചൊന്ന് ഓർത്തു നോക്ക്. നിനക്കിപ്പോ ഒരു സ്വപ്നമെങ്കിലും ബാക്കിയില്ലേ സംയുക്ത? തളരരുത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകണമെന്ന വാശി മാത്രം ഉണ്ടായാൽ മതി. ഏതായാലും ഇനി നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. ആരറിയരുതെന്ന് നീ മോഹിച്ചോ അവരറിഞ്ഞു കഴിഞ്ഞു. പണ്ട് കാൾമാക്സ് പറഞ്ഞതുപോലെ പൊരുതുക. നഷ്ടപ്പെടാൻ കൈവിലങ്ങുകൾ മാത്രം, സ്വപ്നങ്ങളുടെ കൈവിലങ്ങ്. സത്യമായിട്ട് ഞാനല്ല നിന്റെ അമ്മയെ അറിയിച്ചത് എന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാലും സാഹചര്യങ്ങൾ എന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുമല്ലോ. സാഹചര്യങ്ങൾക്കൊപ്പമല്ല ഞാൻ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത്, എന്റെ മനസാക്ഷിക്കൊപ്പോ. നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിന്? നിന്റെ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞേന്. എന്നാലും അവരത് അറിയേണ്ടതല്ലേ? ഇതിപ്പോ നമ്മളാരും പറയാതെ അവരറിഞ്ഞത് നല്ല കാര്യമാണെന്ന് വിചാരിച്ചാ പോരെ? അതെ, വളരെ നല്ല കാര്യ. ഈ കാര്യം നിന്റെ അച്ഛൻ അറിഞ്ഞോ? എന്തിനാ? പുത്തൻ വീട്ടില് 2 ചിത ഒന്നിച്ചെരിയാനാണോ? അച്ഛൻ അറിയില്ലെന്ന് അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു. ഇതൊക്കെ നീ സ്വയം വരുത്തി വെച്ചല്ലേ? നിന്നോട് ഞാൻ അന്ന് കല്യാണ ദിവസം പറഞ്ഞല്ലേ എന്നെ ഇഷ്ടമല്ല എന്ന് പറയാൻ. അന്ന് നീ അത് അനുസരിക്കാതിരുന്നതുകൊണ്ട് ഇപ്പൊ നീ മാത്രമല്ല നിന്റെ വീട്ടുകാരും വേദനിക്കുക. അന്ന് ഞാൻ നിങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോ നിങ്ങളുടെ അനുജനും എന്റെ ചേച്ചിയും ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു. അതൊക്കെ നിന്റെ ന്യായങ്ങളാ. അവരുടെ കല്യാണം നടത്താൻ വേറെ ഏതെങ്കിലും വഴി കണ്ടെത്തിയനെ. അങ്ങനൊരു വഴിയുള്ളതായി എനിക്ക് തോന്നിയില്ല. നിന്റെ തോന്നലൊക്കെ ശരിയാവണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്കുണ്ട്. എന്റെ ശരികളിലൂടെ ഞാൻ ഇതുവരെ യാത്ര ചെയ്തത്. അതൊക്കെ ശരി തന്നെ ആയിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിക്കുകയും ചെയ്തു. നിന്റെ തത്വജ്ഞാനൊന്നും എനിക്ക് കേൾക്കണ്ടെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താടി ചിരിക്കുന്നേ? ഇത് ആഹ്ലാദത്തിന്റെ ചിരി അല്ല ബേട്ട, സഹതാപത്തിന്റെ ചിരിയാ. നിങ്ങൾ ശരിക്കൊരു മായാലോകത്താ. ഞാനല്ല, നീയാ മായയിൽ ജീവിക്കുന്നത്. അവസാനം എടുക്കുമ്പോഴും അമിതമായ ആത്മവിശ്വാസം. സ്നേഹം സ്നേഹം ഒന്ന് ഭ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കും. മറക്കാനും വെറുക്കാനും ശപിക്കാനും പഠിക്കടി. അല്ലെങ്കിൽ ഒടുവിൽ ശരിക്കും നിനക്ക് ഭ്രാന്ത് പിടിക്കും. മായാലോകം മറികടക്കാനാവാത്ത ഭ്രാന്ത്.
ഈശ്വര, ഇവളെന്തിനാ എന്നെ വിളിക്കുന്നേ? എടുത്ത അധോഗതിയ കട്ട് ചെയ്യാം. കട്ട് ചെയ്തോ? അറിഞ്ഞോണ്ടാണോ അതോ കൈ വല്ലതും കൊണ്ടാണോ? എന്തായാലും ഒന്നുകൂടെ വിളിച്ചോക്കാം. കട്ട് ചെയ്ത് മോശമായി പോയി. ഒന്ന് തിരിച്ചു വിളിച്ചാലോ? ഇത്ര പെട്ടെന്ന് എൻഗേജ്ഡ് ആയോ? ഇതിനിടയ്ക്ക് ഇവൾ എൻഗേജ് ആയോ? ഹലോ, ഞാൻ വിളിച്ച എടുത്തൂടെ? അതിനിടയ്ക്ക് വേറെ സംസാരിക്കാൻ പോയിരിക്കുന്നു. ഞാൻ തിരിച്ചു വിളിച്ചപ്പോ നിനക്കെന്താ എടുത്താല്? ആര് തിരിച്ചു വിളിച്ചു? എപ്പ തിരിച്ചു വിളിച്ചു? വെറുതെ വഴക്കിന് വരാതെ വിളിച്ച എന്തിനെന്ന് പറയടി. ദേ, എടി പൊടിന്ന് വിളിക്കരുതെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചൊന്നും അല്ലല്ലോ. നീ എന്നെ വിളിച്ച് ചോദിച്ചു വാങ്ങിച്ചല്ലേ? ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറുന്നത്? വക്കീലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മാനസ് വേണം. അതെ, നീ ഞാനുമായിട്ടുള്ള ഇടപാടെല്ലാം പറഞ്ഞു തീർത്തല്ലേ, പിന്നെന്താ പ്രശ്നം? എന്നെ വെറുതെ വിട്ടൂടെ? ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വിളിച്ചതല്ല, ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ത് ഹെൽപ്പ്? അല്ല, അത് ഹെൽപ്പ് ചോദിക്കുന്നവർ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയൂ. അത് നിന്റെ കയ്യിൽ വെച്ചാ മതി. അത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാ. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എന്ത് ഹെൽപ്പ്? അത് ഞാൻ നേരിൽ പറയാം. വൈകിട്ട് 5 മണിക്കൊന്ന് വരാൻ പറ്റുമോ? പറ്റില്ല. നീ വിളിക്കുന്നിടത്ത് വരുന്നതല്ലല്ലോ എന്റെ പണി. ഞാൻ നല്ല ബിസിയാ. മാഷെ, ഇതൊരു കേസിന്റെ കാര്യാ. എന്ത് കേസ്? അതല്ലേ പറഞ്ഞത്, നേരിട്ട് പറയാനുള്ള കാര്യാ. ഞാൻ നോക്കട്ടെ, ടൈം ഉണ്ടെങ്കിൽ വരാം. പിന്നെ കൺസൾട്ടേഷൻ ഫീ തരേണ്ടി വരും. അയ്യോ അയ്യോ പൊത്തോന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ 1 മണിക്കൂറിന് 1000 രൂപയാ വില. അല്ല, വക്കീൽ ഫീസോട് ചേർത്ത് ഒരുമിച്ച് തന്നാ പോരെ? ആദ്യം ഞാൻ കേസ് കേൾക്കട്ടെ, എന്നിട്ട് ഏറ്റെടുക്കണോ വേണ്ടോന്ന് തീരുമാനിക്കാം. ശരി, ഞാൻ കുറച്ച് ബിസിയാ. അപ്പൊ വൈകിട്ട് 5 മണി. ഓ പിന്നെ ഒരു ബിസി. കാലിച്ചായ കുടിക്കാൻ കാശില്ലാതെ കടവും മേടിച്ച് തെണ്ടി തിരിഞ്ഞ് നടക്കും. വർത്തമാനം കേട്ടാത്തൊന്നും ഇന്ത്യൻ നിയമം ഇങ്ങനെ കണ്ടുപിടിച്ചെന്ന്. വൈകിട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. എനിക്ക് ഒരു ഉപകാരം ചെയ്യൂ. എന്താ? എനിക്ക് ഒന്ന് തലേക്കാവിൽ അമ്പലത്തിൽ പോണം, മനസ്സൊന്ന് ശാന്തമാവാൻ. പോയിക്കോ, ഞാൻ പറഞ്ഞോ വേണ്ടാന്ന്. കൂടെ നിങ്ങളും ഉണ്ടാവണം. ഞാനോ? നടക്കില്ല. നീ ഒരു കാര്യം ചെയ്, ഡ്രൈവറെ കൂട്ടി വണ്ടി എടുത്ത് പോ. പറ്റില്ല, ഡ്രൈവർ അല്ലല്ലോ, നിങ്ങളല്ലേ നിലവിൽ എന്റെ ഭർത്താവ്. അധിക പ്രസംഗവും വാശിയൊന്നും വേണ്ട. നീ അമ്പലത്തിൽ പോകണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. നിനക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കണം. എന്റെ ഈ ചെറിയ ആവശ്യങ്ങൾ പോലും അംഗീകരിച്ചു തരാൻ നിങ്ങൾക്ക് വയ്യ അല്ലേ? എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാണെന്നുള്ള കാര്യം മറന്നോ? ഞാൻ എന്ത് ചെയ്തു? ഒരറ്റാക്ക് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന എന്റെ അമ്മേ നിങ്ങൾ വീണ്ടും മരണത്തിലേക്ക് തള്ളിവിട്ടില്ലേ? അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ മകളെ ഉപേക്ഷിക്കാൻ പോവാന്ന്? അതിന് അരുതാത്തതൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കാനാ ഞാൻ അമ്പലത്തിൽ പോകുന്നത്. പോവണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പോരാ, കാരണക്കാരനായ നിങ്ങളും എന്റെ കൂടെ വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. തലേക്കാവിൽ ഇന്ന് വിശേഷപ്പെട്ട ദിവസം. അതെ അതെ, രാവിലെ ഞാനും ശാന്തി അവിടെ പോയിരുന്നു. ഇന്ന് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച ഏതാഗ്രഹവും നടക്കും.
തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? സോറി സാർ, കേട്ടപ്പോൾ ഒരു ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാ. അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? അത് പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞാൽ തെറ്റില്ല. കടന്നു പോടോ. ഓ സാർ, അത് ആ ഫയലിൽ പറയണ്ടായിരുന്നു. ദൈവം, വിശ്വാസം, അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യതകളാ. എന്നെ പോലെ ആവാൻ ഞാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ എൻ്റെ ഒപ്പം വന്നേ പറ്റൂ. മൂകാംബിക എന്ന് കുഞ്ചമൺ തിരുമേനി കൊണ്ടുവന്ന് കുടിയിരുത്തിയ അപൂർവ പ്രതിഷ്ഠയാ. ഇന്ന് ഈ ഏകാദശിയിൽ നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാ. കഥയും വിശദീകരണമൊന്നും വേണ്ട. ഞാനിപ്പോൾ എന്താ വേണ്ടേ? കൂടെ വരണം, അത്രയല്ലേ ഉള്ളൂ. വരാം. ഇനി അതുകൊണ്ട് മനസ്സമാനം കിട്ടിയില്ല എന്ന് വേണ്ട. വാ പോവാം.